വനിതാ സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി നാട്ടുകാർക്ക് മുമ്പിൽ കാഴ്ചവെച്ച് വോട്ട് ഇടുകയാണെന്ന്. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഓരോ പാർട്ടിയുടെയും നിലവാരം എവിടെ എത്തി, ഓരോ പാർട്ടിയുടെയും ലീഡേഴ്സ് ആരൊക്കെയാണ് എന്ന് ജനങ്ങൾ തീരുമാനിച്ചോട്ടെ. നമുക്കറിയാലോ, വിനാശകാല വിപരീത ബുദ്ധി എല്ലാം കൂടി ഒരുമിച്ച് വരികയല്ലേ. ഇപ്പോൾ ഇന്നലെയൊക്കെ ഈ വടകര താലൂക്കിലും കണ്ണൂർ ജില്ലയിലൊക്കെ എന്ത് ആക്രമണ പരമ്പരകളാണ് ഇവർ മുന്നോട്ട് വെച്ചത്. പഴയ കാലത്തെ വടകര നാദാപുരം മേഖലയിലെ അക്രമത്തെ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം, വടിവാളും കൊണ്ട് വീടുകളിൽ കയറി വന്ന് ആളുകളെ കിട്ടാത്തതുകൊണ്ട് വീടിൻ്റെ മുമ്പിലുള്ള എത്രമാത്രം വാഹനങ്ങളാണ് വെട്ടി നശിപ്പിച്ചത്. ബൈക്കുകൾ, ടൂ വീലറുകൾ, കാറുകൾ, വാഹനങ്ങൾ, കൃഷികൾ. എത്ര ആളുകൾക്ക് പരിക്ക് പറ്റി, എത്ര പേര് ആശുപത്രിയിലുണ്ട്. പോലീസിൻ്റെ മുമ്പിൽ വെച്ചാണ് നടന്നത്. പോലീസ് നോക്കിക്കുകയായിരുന്നു. സ്ത്രീകളെയും കുട്ടികളെയും ഭീഷണിപ്പെടുത്തി കൊലവിളി വരെ നടത്തി. അത്തരമൊരു സാഹചര്യം ഉണ്ടാകുകയാണ്. ഒരു കാലത്തും തോറ്റിട്ടില്ലാത്ത മേഖലകളിൽ പരാജയം അനുഭവിച്ചപ്പോൾ ഉണ്ടായ വിഭ്രാന്തിയാണ്. അത് മാർക്സിസ്റ്റ് പാർട്ടി അണികളെ രാഷ്ട്രീയമായല്ല അക്രമത്തിലൂടെയാണ് സംഘടിപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. ഈ അപകടകരമായ ഒരു സാഹചര്യത്തിൽ കൊണ്ടുപോകരുത് എന്ന് ഇന്നത്തെ യോഗത്തിൽ ഞങ്ങൾ പ്രമേയം എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വലിയ ഡിമാൻഡ് അതാണ്. പോലീസിനെ ദുരുപയോഗപ്പെടുത്തി ജനങ്ങളെ ആക്രമിക്കുന്ന ഈ പ്രവണത, പരാജയത്തിൽ വിഭ്രാന്തി പൂണ്ട ആളുകൾ. അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയില്ലേ. ജനങ്ങൾ വോട്ട് ചെയ്ത് തോൽപ്പിച്ചതിന് ജനങ്ങളെ ആക്രമിക്കുകയാണ്. പാനൂരിലൊക്കെ ഉണ്ടായി, വടകരയിൽ, ഏറാമലയിൽ, നമ്മുടെ ചേമഞ്ചേരി ഒക്കെ ഉണ്ടായി. UDF ആലോചിക്കും. UDF അത് ആലോചിച്ച് തീരുമാനിക്കും. അതിനാണല്ലോ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയത്. ദേശീയ തലത്തിൽ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയെ ചെറുക്കാനും തടുക്കാനും പ്രതിരോധിക്കാനുമാണ് ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഇന്ത്യ മുന്നണിയുടെ സ്വഭാവം കേരളത്തിൽ ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലോ പഞ്ചായത്തിലോ അനിവാര്യമാണെങ്കിൽ അതിനെക്കുറിച്ച് UDF ആലോചിച്ച് തീരുമാനിക്കും. അല്ല, അത് അനിവാര്യമാണെങ്കിലല്ലേ അതുണ്ടാവുള്ളൂ. BJPക്ക് എന്ത് വളർച്ചയുള്ളത്? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കേരളത്തിൽ 13 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് പറഞ്ഞത്. ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എത്രയാണ് പറയുന്നത്? 3 അല്ലേ പറയുന്നുള്ളൂ. 2 3 അല്ല, കുറഞ്ഞു പോയി എന്നല്ല ഇതിൻ്റെ അർത്ഥം. ഒരു സ്ഥാനം മാത്രം മതിയോ? എന്താ നേട്ടം? എനിക്കറിഞ്ഞൂടെ. നേട്ടം എന്ന് നിങ്ങൾ തന്നെ എഴുതുന്നത്. കണക്ക് വെച്ചിട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു 11 മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനത്താണ് NDA, 13 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്താണ് NDA. ഇപ്പോൾ പറയുന്നു 2 മണ്ഡലങ്ങളിലേ ഉള്ളൂ NDA, 3 മണ്ഡലങ്ങളിലേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞിരിക്കല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ 11നേക്കാൾ കുറവാണ് 2. അതിനനുസരിച്ച് നമ്മൾ വാർഡുണ്ടാക്കി കൊടുത്തതല്ലേ, അതിൻ്റെ ഫലമല്ലേ കിട്ടിയത്. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ഒക്കെ BJPക്ക് അനുകൂലമായി ഡിലിമിറ്റേഷനിൽ ചെയ്തു കൊടുത്തതാണ്. വ്യക്തമായ തെളിവ് നമ്മളെ കയ്യിലില്ലേ. ചാലപ്പുറം വാർഡൊക്കെ ഉണ്ടാക്കിയത് വളരെ വ്യക്തമല്ലേ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. കോൺഗ്രസ് ആണ് 3ാം സ്ഥാനത്ത്. 25 വാർഡിൽ കോൺഗ്രസിന് 1000 താഴെയാണ് വോട്ട്. കഴിഞ്ഞ തദ്ദേശ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലഭിച്ച കോൺഗ്രസ് ഇപ്രാവശ്യം വളരെ അതും താഴെയാണ്. പക്ഷേ LDF അവിടെ ബെറ്റർ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ പാർലമെന്റിനെക്കാട്ടും കൂടുതൽ വോട്ട് ഇത്തവണ കോർപ്പറേഷനിൽ LDF ഉണ്ടായി. പക്ഷെ അത് സീറ്റാക്കി മാറ്റാൻ പറ്റില്ല. അത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും സീറ്റുകളുടെ എണ്ണം എത്ര കുറഞ്ഞാലും AKG സെൻറ്ററിൽ ശതമാനക്കണക്കിന് കൂട്ടുന്നുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഉണ്ടാവും. ഞാനുള്ള സമയത്തുണ്ടായിരുന്നു, കൂട്ടിയിരുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പും ഉണ്ട്. 101 സീറ്റുമായി UDF കേരളത്തിൽ അധികാരത്തിലിരുന്ന അന്നും കൂട്ടിയിരുന്നു. നിയമസഭയിൽ കുറച്ച് ആളുകൾ അവർക്ക് കൂടിയിട്ടുണ്ട്. പക്ഷേ ശതമാനത്തിൽ ഞങ്ങൾ മുന്നിലാന്ന് പറയുന്നത്. ഏതാ ശതമാനം ആർക്കും ഇതുവരെ അറിഞ്ഞൂടാ. അപ്പോൾ കോൺഗ്രസ് 10 സീറ്റ് ഉണ്ടായിരുന്നു. കോൺഗ്രസ് 26ലേക്ക് എത്തിയത് കുറവാണ്. ഇത് മനുഷ്യന്മാർ പത്രം വായിക്കുന്നു, ചാനൽ കാണുന്നു. നിങ്ങൾ പറയുന്നത് തന്നെയല്ലേ ആളുകൾ കാണുന്നു, കേൾക്കുന്നു, വായിക്കുന്നു ഒക്കെ. ആ നിങ്ങൾ തന്നെ മാറ്റി പറഞ്ഞാൽ എങ്ങനെ? 10 സീറ്റായിരുന്നു കോൺഗ്രസ്സിന്, UDFന് ഉണ്ടായിരുന്നു. കോൺഗ്രസ്സിന് മാത്രമല്ല
എല്ലാവർക്കും കൂടി 10 സീറ്റിൻ്റെ ഇപ്പോൾ 26 അത് കുറവാ. ഞങ്ങളുടെ നാട്ടിൽ അതെ BJPക്ക് സീറ്റ് കൂടി, BJPക്ക് സീറ്റിൻ്റെ എണ്ണം കൂടി, ഞാൻ സമ്മതിക്കുന്നു. UDFനും കൂടി. ആർക്കാ കുറഞ്ഞത്? ആർക്കാ കുറഞ്ഞത്? LDFനല്ലേ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ടിന് ജയിച്ച സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയാണ്. ഭീമാപ്പള്ളിയിൽ 3150 വോട്ടാ ലീഡ്. അതുപോലെ തന്നെ ഈ FIR വിഷയം വലിയ തോതിൽ തന്നെ മുസ്ലിം സമുദായത്തിന് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്, അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? പൊതുവെ അത് 2002 വോട്ട് ചെയ്തതിന്റെ കണക്കൊക്കെ വെച്ചുകൊണ്ട് സിറ്റിസൺഷിപ്പിനെ വരെ ബാധിക്കും എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളുണ്ടായി. ഇതൊരു പരിധി വരെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് സഹായിച്ചിട്ടുണ്ട്, അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? അല്ല, SIR മുസ്ലിം ന്യൂനപക്ഷങ്ങൾ മാത്രമല്ല എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും ആശങ്കയിലാഴ്ത്തുന്ന നിലപാട് തന്നെയാണ്. 45 ലക്ഷം ആളുകൾ ബീഹാറിൽ ഔട്ടായത് മുസ്ലിങ്ങൾ മാത്രമാണോ? ഏറിയ കൂറും ദലിതരാണ്. മഹാരാഷ്ട്രയിൽ ഔട്ടായത് മുസ്ലിങ്ങൾ മാത്രമാണോ? ഇത് ജനങ്ങളെ, പൗരന്മാരെ ബാധിക്കുന്നതാണ്, പൗരത്വത്തെ ബാധിക്കുന്നതാണ്. അത് വെറുതെ പ്രചാരണമെന്നും പറഞ്ഞ് തട്ടിക്കളയാൻ പറ്റില്ല, യാഥാർത്ഥ്യമാണ്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ SIR നടക്കുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് ആളുകൾ ജാഗരൂകരാണ്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും ആ വോട്ടർ പട്ടികയും തമ്മിൽ ബന്ധമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ പോലും വോട്ടവകാശം വിനിയോഗിക്കേണ്ടതും വോട്ടർ പട്ടികയിൽ പേര് വരുത്തേണ്ടതും പൗരൻ്റെ ഉത്തമ ബോധ്യപ്പെടുന്ന ഒരവകാശമായി, ഉത്തരവാദിത്വമായി ആളുകൾ കണക്കാക്കാൻ തുടങ്ങി എന്നുള്ളത് ശരിയാണ്. അതൊക്കെ ഞങ്ങൾ കാലാകാലങ്ങളിൽ തക്ക സമയത്ത് യുക്തമായ തീരുമാനങ്ങൾ എടുത്തു പോകുന്ന പാർട്ടിയല്ലേ, അതെടുക്കും.